5. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക. വിഷാദം നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പിന്മാറാനും നിങ്ങളെ പ്രേരിപ്പിക്കും. പക്ഷെ മുഖാമുഖമുള്ള സംഭാഷണങ്ങൾ ആ പ്രവണതകളെ കഴുകിക്കളയുവാൻ സഹായിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഫോൺ കോളുകളോ വീഡിയോ ചാറ്റുകളോ സഹായകമാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ എല്ലാവരുമുണ്ട് എന്ന് സ്വയം ഓർമ്മിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിപ്രഷന്റെ തുടക്കത്തിൽ മാത്രം ചെയ്യുവാൻ സാധിക്കുന്നവയാണ്. നിങ്ങൾ പൂർണ്ണമായും ഡിപ്രഷനിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് അസാധ്യമാകുവാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ രോഗലക്ഷണങ്ങൾ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ വിഷാദരോഗം ബാധിച്ചിരിക്കുന്നതായി സ്വയം മനസ്സിലാക്കുകയും അതിനുള്ള ചികിത്സ നേടുക എന്നതുമാണ് ഉചിതമായ തീരുമാനം. കാരണം ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു സാധാരണ രോഗം മാത്രമാണ് ഡിപ്രഷൻ. എന്നാൽ കൃത്യമായുള്ള ചികിത്സ കുറവ് മൂലമാണ് അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ മരണമാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ഈ വീഡിയോ കാണുന്ന നിങ്ങളും സംസാരിക്കുന്ന ഞാനും ഒരു ദിവസം മരിക്കും. എന്നാൽ എന്തായിരിക്കും മരണശേഷം നമുക്ക് സംഭവിക്കുന്നത്? ശരിക്കും ആഫ്റ്റർ ലൈഫ് എന്നുള്ളതുണ്ടോ? അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.